കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ജ്യോതിഷ വിഷയം കുടുംബ ദുരിതങ്ങളാണ്. പലർക്കും കുടുംബ ദുരിതങ്ങൾ പല വിധത്തിലൊക്കെ വന്നു ചേരാറുണ്ട്. പല ജ്യോത്സ്യന്മാരുടെ അടുത്തും ചെന്ന് കുടുംബ ദുരിതങ്ങൾ പറയുമ്പോൾ അവർ പല കാര്യങ്ങളും പറഞ്ഞെഴുതി കൊടുക്കും. പല പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടും അവരുടെ ദുരിതങ്ങളൊന്നും മാറുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, രോഗം വന്നാൽ ഇന്ന് ചികിത്സിക്കണം, ഇല്ലേ? രോഗം വന്നാൽ ചികിത്സിക്കണം. അതേപോലെ ദുരിതങ്ങൾ വന്നാൽ അതിന് ദൈവികമായ പരിഹാരവും ഉണ്ട്. അതാരും ചിലർ മനസ്സിലാക്കുന്നില്ല. നല്ലൊരു ഡോക്ടർക്ക് ഒരു രോഗിയെ അധികം ചെലവില്ലാതെ തന്നെ ഇന്നത്തെ ആധുനികമായ എക്സ്റേയോ അല്ലെങ്കിൽ മറ്റേ സ്കാനിങ്ങോ ഒക്കെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നല്ലൊരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്, അധികം പണം ചെലവില്ലാതെ, ഇല്ലേ? അതേപോലെ തന്നെ ഇന്നൊരു ജ്യോത്സ്യന് അധികം വലിയ പൂജാകർമ്മങ്ങളൊന്നും പറയാതെ, വഴിപാടുകളൊന്നും എഴുതി കൊടുക്കാതെ ചെറിയ ചെറിയ വഴിപാടുകളിലൊക്കെ കൂടെ ഒരു കുടുംബത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം ഒരു ജ്യോത്സ്യന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ഡോക്ടർക്ക് ഡോക്ടർ സുഖപ്പെടുത്തുന്നത് പോലെ നല്ലൊരു ജ്യോത്സ്യന് ഒരു കുടുംബത്തിൻ്റെ ദുരിതങ്ങളും അകറ്റി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജ്യോത്സ്യന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഈ രംഗത്ത് ജ്യോത്സ്യന്മാർ ഒരുപാട് പേരുണ്ട്. പലരും കള്ളനാണയങ്ങളാണ്, വയറ്റിപ്പഴപ്പിനായിട്ടാണ് ഇരിക്കുന്നവർ. പലർക്കിടെയും ഇതേപോലെയുള്ള കുടുംബ ദുരിതങ്ങളുമായിട്ടൊക്കെ ചിലവർ വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിടെ ദുരിതങ്ങൾ മാറ്റിത്തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരുടെ നിന്ന് പൂജ ചെയ്ത് കാര്യങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് രൂപയൊക്കെ മേടിച്ച് അവരെ പറഞ്ഞ് പറ്റിച്ച് വിടുന്ന ഒരു കാലഘട്ടം ഇപ്പം നിലവിലുണ്ട്. ഇവരാണ് ഈ നല്ലവരായ ജ്യോത്സ്യന്മാരുടെ ഇടയിലുള്ള ചില പുഴുക്കത്തുകൾ. ഇത് കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലാനും ചിലവർ മടിക്കുന്നുണ്ട്. കാരണം പറ്റിക്കാനിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നല്ലൊരു ജ്യോത്സ്യന് തീർച്ചയായിട്ടും ഒരു കുടുംബ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഈ ദുരിതങ്ങളെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ദുരിതങ്ങളെന്ന് വരുമ്പോൾ ഈ ദുരിതങ്ങൾ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ സന്ധ്യാവിളക്ക് വെക്കാറുണ്ട്. സന്ധ്യാവിളക്ക് വെക്കാറുണ്ടാ? സന്ധ്യാനാമം ചൊല്ലാറുണ്ടോ? എന്തിനാണ് സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലണമെന്ന് ഒരു കുടുംബത്തിൽ? സാക്ഷാൽ മഹാലക്ഷ്മിയെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് നമ്മൾ സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലുന്നത്. ഈ സന്ധ്യാനാമം ചൊല്ലുന്നത് ഒരു വീടിൻ്റെ രക്ഷാകവചമാണ്. ആ വീടിൻ്റെ രക്ഷാകവചമാണ് ഈ സന്ധ്യാനാമം ചൊല്ലല്. പലർക്കും അതറിയില്ല. സന്ധ്യാനാമം എത്ര ഉച്ചത്തിൽ ചൊല്ലാമോ അത്രയും ഉച്ചത്തിൽ ചൊല്ലിയാൽ ആ ശബ്ദം കേൾക്കുന്നത് വരെയുള്ള ദൂരത്തിൽ ഒരു ദുരാത്മാവും അടുക്കില്ല, ഒരു ദുരാത്മാവും അങ്ങോട്ട് കയറി വരില്ല. അപ്പോൾ സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലാത്ത കുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഉണ്ടാകാം. മറ്റൊന്ന്, ഈ പറഞ്ഞ ഈ ദുരിതങ്ങളുള്ള കുടുംബക്കാരുടെ വീടിൻ്റെ പരിസരത്ത് ചപ്പ് ചവറുകൾ കൂട്ടിയിടാറുണ്ട്. വീടിൻ്റെ പരിസരം ഒന്ന് നോക്കണം. വീടിൻ്റെ പരിസരത്ത് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് അവിടെ മലിനമായ വസ്തുക്കളെല്ലാം ഇങ്ങനെ കിടന്നാൽ ആ കുടുംബത്തിൽ ദുരിതങ്ങളെ വരുള്ളൂ. അപ്പം ചിലവർ ചോദിക്കോ, ഇപ്പം കുറച്ച് ചപ്പും ചവറും ഒക്കെ അവിടെ കിടന്നെന്ന് വെച്ച് എന്ത് ദുരിതവും ഉണ്ടാകാൻ പോണെന്ന്? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇതുപോലെയുള്ള ചവറുകളിലും മലിനമായ വസ്തുക്കളിലൊക്കെ ജീവിക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്നറിയാമോ? ഗുളികൻ. ഈ ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മോശക്കാരൊന്നുമല്ല, ശനിയുടെ പുത്രനാണ്. ഈ ശനിയുടെ പുത്രൻ ഗുളികൻ, കേരളീയ ജ്യോത്സ്യരാണ് ഗുളികനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗുളികന്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്നറിയാം?
ശനിയുടെ പുത്രനായ ഗുളികൻ എങ്ങനെ ഉത്ഭവിച്ചു? സാക്ഷാൽ രാവണനില്ലേ, നമ്മുടെ ലങ്കാധിപതിയായ രാവണന് ഒരു പുത്രൻ ജനിക്കുന്ന സമയത്ത്, അതായത് രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്ത് ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളോടെല്ലാം രാവണൻ പറഞ്ഞു 11-ാം ഭാവമായ ശുഭസ്ഥാനത്ത് നിന്ന് നിൽക്കാൻ പറഞ്ഞു. 11-ാം ഭാവമായ ശുഭസ്ഥാനത്ത് പോയി ഗ്രഹങ്ങളോടെല്ലാം നിൽക്കാൻ പറഞ്ഞു. കാരണം ഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ അമാനുഷികമായ ശക്തിയുള്ള ഒരാളായിരുന്നു രാവണൻ നിസ്സാരക്കാരനല്ല. ശിവൻ എന്നൊക്കെ വരങ്ങൾ മേടിച്ച് നല്ല അമാനുഷിക ശക്തിയുള്ള ആളാണ്. അപ്പൊ ഈ 11-ാം ഭാവത്തിലെ എല്ലാ ഗ്രഹങ്ങളോടും ഇന്ദ്രജിത്തിന്റെ ജന്മസമയത്ത് എന്ന് എല്ലാ ഗ്രഹങ്ങളോടും നിൽക്കാൻ പറഞ്ഞപ്പോൾ ധർമ്മ സംസ്ഥാപകാരകനായ ധർമ്മം നടത്തേണ്ട ആളായ ശനീശ്വരൻ എന്താ ചെയ്തതെന്നറിയാമോ? ശനി 11-ാം ഭാവത്തിൽ നിൽക്കാൻ വിസമ്മതിച്ച് ഉടനെ തന്നെ രാവണൻ ശനിയെ ബന്ധിച്ച് 11-ാം ഭാവത്തിൽ ബന്ധിച്ച്. ശനി അടങ്ങി നിന്നില്ല. ശനി എന്താ ചെയ്തതെന്നറിയാമോ? 11-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുസ്ഥാനമായ 12-ാം ഭാവത്തിലേക്ക് കാലൊന്ന് നീട്ടിക്കൊടുത്തു. ഇത് കണ്ട കോപിഷ്ഠനായ രാവണൻ ശനിയുടെ കാല് വെട്ടിക്കളഞ്ഞു. ശനി മുടന്തനായി. ശനി അടങ്ങിയില്ല. ശനി എന്താ ചെയ്തത്? ശനി തൻ്റെ ചോരയും വിയർപ്പും ഒക്കെ കൂട്ടി അതൊരു ഉരുളയാക്കിയിട്ട് 8-ാം ഭാവത്തിലേക്ക് തള്ളിവിട്ടു, ഉരുട്ടിവിട്ട് 8-ാം ഭാവത്തിലേക്ക്. അവിടെ 11-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ അഷ്ടമഭാവം, ആയുസിന്റെ ഭാവമാണ് ഇല്ലേ? അവിടെ പോയി ഗുളികനെ നിർത്തിക്കൊടുത്ത്. ഇന്ദ്രജിത്ത് ആയുസെത്താതെ മരിച്ചില്ലേ? അപ്പൊ ഈ ശനിയുടെ മകനായ ഈ ഗുളികൻ അങ്ങനെ ഉത്ഭവിച്ചതാണ്. അപ്പൊ ഈ ഗുളികൻ ഇങ്ങനെ മലിനമായ ഗുളികൻ ജീവിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമൂത്രാദി വിസർജന വസ്തുക്കളിലൊക്കെയാണ് ഈ ഗുളികന്റെ സ്ഥലം. അപ്പൊ ഈ ഗുളികൻ നിങ്ങളുടെ വീടിന് കാവല് നിന്നാൽ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങൾ മാറും? നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങൾ മാറില്ല. ആദ്യം തന്നെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള ചപ്പ് ചവറുകളെല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കി നല്ല ശുദ്ധി ചെയ്തിടണം. എന്തിനാണ് നമ്മുടെ പൂർവീകര് മുത്തശ്ശിമാരുള്ള കുടുംബത്തിലൊക്കെ 3 നേരം അടിച്ച് തെളിച്ച് ചാണാൻ വെള്ളം തെളിക്കുമായിരുന്നു ഇല്ലേ? എന്തിനാണ് അവരങ്ങനെ ചെയ്തിരുന്നത്? ഒരു ദുഷ്ടാത്മാക്കളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാനാണ്. നമ്മുടെ വീട്ടിന് ഒരു നല്ലൊരു ശുഭസ്ഥിതി വരാൻ വേണ്ടിയാണ് ആ പൂർവികരായ മുത്തശ്ശിമാര് നമ്മുടെ വീട്ടിൽ 3 നേരം അടിച്ച് തെളിച്ചിരുന്നത്. ഇന്ന് അങ്ങനെ ഉണ്ടാ? ഇന്നില്ല. ഇന്നതൊന്നുമില്ല. ഇന്നിപ്പോ മുറ്റം ഉണ്ടായിട്ട് വേണ്ട മിറ്റടിക്കാനില്ല. പക്ഷെ മിറ്റിൽ ഉള്ളവർക്ക് അടിക്കാല്ല, അത് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് വേറൊരു ദുരിതം. നിങ്ങളുടെ വീടിൻ്റെ ചെറിയ സ്ഥലമാണെങ്കിൽ ചെറിയ സ്ഥലം, ആ ചെറിയ സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിങ്ങൾ കൊണ്ടുവന്ന് വല്ല മത്സ്യമാംസങ്ങളൊക്കെ വെട്ടി കഴുകി അതിൻ്റെ വെള്ളങ്ങളൊക്കെ കൊണ്ട് കൊഴുക്കോ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അലക്കുകല്ലിടെ, അങ്ങനെയുള്ള ചെയ്യാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങളിലൊക്കെ ഈ വടക്ക് കിഴക്കേ മൂലയിൽ കൊണ്ടുവന്ന് ചെയ്യാറുണ്ടാ? ദുരിതം മാറില്ല. കാരണം അത് വടക്ക് കിഴക്കേ മൂല ഈശാല കൊണ്ടാണ്, ദൈവിക സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങളെ ഉണ്ടാവുള്ളൂ. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല, കന്നിമൂലയിൽ, അതും ഈശ്വര സാന്നിധ്യമുള്ള. അവിടെ എന്താ? അവിടെ ചിലപ്പോൾ കൊണ്ടുവന്ന് പട്ടിക്കൂട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കോഴിക്കൂട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അലക്കുകല്ല് ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദുരിതങ്ങളെ വരുള്ളൂ.
ഓരോ സ്ഥാനത്തും ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതേപോലെ ചെയ്താൽ മാത്രമേ ഒരു ഗ്രഹത്തിൽ എൻ്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവിടെ ദുരിതങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ദുരിതങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യണം. മറ്റൊന്ന്, നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് കയറി വന്നു എന്ന് വെച്ചോ, എന്തായിരിക്കും ചിലപ്പോൾ ആ വീട്ടിലെ സ്ഥിതി? ആകെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അതായത് മുറിക്കുള്ളിലൊക്കെ മുഷിഞ്ഞ വസ്തുക്കളും മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ട്, ചപ്പ് ചവറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും. ഇല്ലേ? അവിടെ കയറിയിരിക്കണ ആരാണ്? മൂശേട്ടയിലിരിക്കും. ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആരാണ്? മൂശേട്ടയാണ്. അപ്പം മൂശേട്ട അവിടെ കയറിയിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും? അപ്പൊ അതെല്ലാം വൃത്തിയായി തറ നല്ലോണം അടിച്ച് തുടച്ച് വൃത്തിയാക്കി, മാറാമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് മുറികളെല്ലാം വൃത്തിയായി സൂക്ഷിച്ച് വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി മാറി നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ആ മൂശേട്ടനെ പുറത്തോട്ട് കളയുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ കയറി വരും. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ, സന്ധ്യാനാമം ചെല്ലുന്നവരാണെങ്കിൽ, സന്ധ്യാനാമം ചെല്ലുന്ന സമയത്ത് സന്ധ്യാവിളക്ക് കത്തിക്കുമ്പോൾ ആ സന്ധ്യാവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ എന്താണ്? സന്ധ്യാവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ എന്താണ്? പലരും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ വിളക്കെണ്ണ എന്ന് പറയുന്ന സാധനം മേടിച്ചു ഒഴിക്കും, കത്തിക്കും. അത് ഇത്തിരി കാശ് കുറവാണ്. വിളക്കെണ്ണക്ക് കാശ് കുറവാണ്. ആ വിളക്കെണ്ണ മേടിച്ച് കത്തിച്ചാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം മാറിയിട്ട്, ദുരിതം മാറിയിട്ട് നേരം ഉണ്ടാവില്ല. എണ്ണയെ പറ്റി ഒരു ശ്ലോകമുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഉത്തമാതി ഘൃതോദീപ മധ്യമാതി തിലതൈലം കേരതൈലം ദരിദ്രമാത് അന്യതൈലം പിശാചാവത്. അതായത് ഉത്തമാതി ഘൃതോദീപ, ഉത്തമം നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിക്കാൻ. അതെല്ലാവർക്കും സഹായിച്ചെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്ത്? മധ്യമാതി തിലതൈലം. തിലതൈലം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ. അപ്പൊ എള്ളെണ്ണ കൊണ്ട് നമുക്ക് വിളക്ക് തെളിയിക്കാം. അത് നല്ല കാര്യമാണ്. കേരതൈലം ദരിദ്രമാത, അതായത് വെളിച്ചെണ്ണ, അതുകൊണ്ട് വിളക്ക് തെളിയിച്ചാൽ ദാരിദ്ര്യവും നമുക്ക് വരുള്ളൂ. മറ്റൊന്ന് അന്യതൈലം പിശാചാത്. അപ്പൊ വിളക്കെണ്ണ ഉപയോഗിക്കരുത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നല്ലെണ്ണ ഉപയോഗിക്കണം. നിങ്ങളുടെ വീട്ടിൽ നല്ല വിധത്തിലുള്ള ഒരു ദുരിതങ്ങൾ മാറാനുള്ള, നല്ല വിധത്തിൽ ദുരിതങ്ങൾ മാറി നല്ല വിധത്തിലൊരു ജീവിതം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും. അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഈ കുടുംബ ദുരിതങ്ങൾ എന്ന ഈ ജ്യോതിഷ വിഷയം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ജ്യോതിഷ വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.